പുതിയ സാമുദായിക സമവാക്യം പ്രഖ്യാപിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ കൂട്ടായ്മ ഉണ്ടാക്കും. ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് ഭയത്തോടെ. NSSുമായി ഇനി ഭിന്നതയില്ല. ചർച്ചയ്ക്ക് പെരുന്നയിൽ പോകാനും തയ്യാറെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു. ആ വാക്കുകളിലേക്ക്. അതിന് സാധ്യതയെ പറ്റിയൊന്നും കുഞ്ഞ് ഞാൻ പറയുന്നില്ല. ഏതായാലും SNDP യോഗം ഇനി NSS നേതൃത്വമായിട്ട് ഒരു സമരസപ്പെടുത്തി പോകണം, അവരുമായിട്ട് ഒരു പിണക്കത്തിൽ പോകുന്നത് ഈ കാലഘട്ടത്തിന് അനിവാര്യമല്ല, യോജിച്ചു പോകണമെന്നാണ് അനിവാര്യമെന്നുള്ളൊരു ചിന്ത ഇന്ന് ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ NSS മാത്രമല്ല, നായാടി തൊട്ട് നസ്രാണി വരെ ആയി. നസ്രാണികൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിഷമത്തിലാണ്. അവർ പലരും പരസ്യമായി പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അവരിന്ന് ഭയന്ന് ജീവിക്കുകയാണ്. VD സതീശൻ ഈഴവ വിരോധിയാണ്. SNDPയിൽ ചില കുലംകുത്തികൾ ഉണ്ടെന്നും വെള്ളാപ്പള്ളി. ഒരു ഈഴവ വിരോധിയാണ് സതീശൻ. ഇപ്പോൾ മനസ്സിലായില്ല. ഈഴവനായ എന്നെ, ഒരു പിന്നോക്കക്കാരനായ ഒരു മുഖ്യമന്ത്രി ആ വണ്ടി കയറ്റിയപ്പോൾ സതീശന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഒരു പിന്നോക്കക്കാരൻ അങ്ങനെ ഒരു വണ്ടി കയറാൻ പാടില്ല. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ കയറാൻ പാടില്ല. അതായത് SNDP ജനറൽ സെക്രട്ടറിന് ഒട്ടും കയറ്റാൻ പാടില്ല. വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുകയാണ്. അബ്ദുൾ, ഇക്കാര്യത്തിൽ ഈ ഒടുവിൽ കേട്ട ആ പരാമർശം ഉൾപ്പെടെ പുതിയ സൂത്രവാക്യങ്ങളുമായി വെള്ളാപ്പള്ളി അങ്ങനെ വരികയാണ്. എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളി? സംഗീത, പ്രധാനമായും അതായത് നേരത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞത്, അതായത് ഇനി NSSുമായി കലഹങ്ങളില്ല, NSSുമായി സമരസപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഇല്ല എന്നുള്ളതാണ്. നേരത്തെ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളതായിരുന്നെങ്കിൽ ആ മുദ്രാവാക്യം മാറിയിരിക്കുന്നു. ഇനി നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതാണ്. നമുക്ക് ക്രൈസ്തവ സമൂഹം ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അക്കാര്യത്തിൽ അതായത് ഇനി NSSുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു കലഹത്തിലേക്ക് പോകാൻ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇനി ആവശ്യമെങ്കിൽ പെരുന്നയിൽ പോയി കാണേണ്ടതാണ്. ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അതിന് തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമില്ല. ഇനി NSSുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. കൂടാതെ VD സതീശനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണവും ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. സതീശൻ ഒരു ഈഴവ വിരോധിയാണ്. ഒരു ഈഴവ സമുദായക്കാരനായ മുഖ്യമന്ത്രിക്കൊപ്പം ഈഴവ സമുദായക്കാരനായ താൻ കയറിപ്പോയതാണ് VD സതീശന് പ്രശ്നം. അദ്ദേഹത്തിന് വട്ടാണ് എന്ന തരത്തിലുള്ള പ്രതികരണം കൂടി ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ, അതായത് ലീഗിനെ മുൻനിർത്തി മുന്നോട്ട് പോകാനാണ് സതീശൻ ശ്രമിക്കുന്നത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായും ഭരിക്കുക ലീഗായിരിക്കും. പിന്നിൽ നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പോകുമെന്ന തരത്തിലുള്ള പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും VD സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നത്. കൂടാതെ NSSുമായി സമരസപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. 21-ാം തീയതി സംസ്ഥാന തലത്തിൽ തന്നെയുള്ള SNDP നേതാക്കളുടെ യോഗം വിളിച്ച് ആലപ്പുഴയിൽ ചേർക്കും. അതിനുശേഷം ആ കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഇനിയൊരു കലഹത്തിൽ, അതായത് NSSുമായി ഒരു കലഹത്തിലേക്കില്ല എന്നുള്ളത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇനി നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സംഗീതം. ശരി റഹീം, എന്താണെങ്കിലും അങ്ങനെ പുതിയൊരു സമവാക്യമാണ് എന്താണെങ്കിലും ഇപ്പോൾ വെള്ളാപ്പള്ളി മുന്നോട്ടേക്ക് വെക്കുന്നത്.